സുരേഷില്ലേ? ഇല്ല, ചേട്ടൻ ഇത്രയും നേരം കാത്തിരുന്നിട്ട് കോളേജിലേക്ക് പോയി. അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. ശരി, ഞാൻ വരട്ടെ. ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായി. അടുത്തതായി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് കുമാരി ഗൗരി അവതരിപ്പിക്കുന്ന നൃത്തം. തജ്ജം തദിമി താങ്കു തകിട തദിമി താങ്കു തജനു തകിട തദിമി രതി ദേവദാ ശില്പമേ രംഗമണ്ഡപ രോമാഞ്ചമേ അജന്താ ഗുഹയിലെ സംഗീതമേ അമ്പലച്ചുവരിലെ ശൃംഗാരമേ രതിദേവതാ ശില്പമേ രംഗമണ്ഡപ രോമാഞ്ചമേ അജന്താ ഗുഹയിലെ സംഗീതമേ അമ്പലച്ചുവരിലെ ശൃംഗാരമേ രതിദേവതാ ശില്പമേ ചില നിമിഷങ്ങൾക്കുള്ളിൽ അടുത്ത പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. കുട്ടികളെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ വാക്കു കൊടുത്തിരുന്നു മരിക്കുമ്പോൾ. പഠിപ്പിച്ചു. ഇനി സുരേഷിന് ജോലി കൂടി കൊടുത്താൽ എന്റെ വാക്ക് നിറവേറും. വിശ്വസിക്കാവുന്ന ഒരാളിനെ നമുക്ക് കാശിൽ ആവശ്യമുണ്ടല്ലോ. ഓ, വിശ്വസിക്കാവുന്ന ഒരാള്. അച്ഛന്റെ ഗുണങ്ങളിൽ കുറച്ചെങ്കിലും മക്കൾക്ക് ഉണ്ടാകാതിരിക്കില്ല. ആ, എന്നൊക്കെ പൊതുവെ വേണമെങ്കിൽ പറയാം. പരിചയമുള്ള ഒരാളെ പരസ്യപ്പെടുത്തി കണ്ടുപിടിക്കുക നല്ലത്. ഇങ്ങനെ പഴഞ്ചം മട്ടിപ്പോയാ ശങ്കു, ശങ്കു, നാരായണപിള്ളിയുടെ മകനോട് ഉടനെ ഇവിടെ വരാൻ പറയൂ. തന്തയും തള്ളയില്ലാത്ത മക്കളാണ്, ഒന്നും കിട്ടും. പതുക്കെ കഴിക്കടാ, നിനക്ക് പോകാനെന്താ തിടുക്കം? വീട്ടിൽ അമ്മ തനിച്ചാണ്. അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഞാൻ ഇങ്ങോട്ട് പോരേണ്ടായിരുന്നു. അല്ല, ധർമ്മൻ ചേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് നന്നായി. എന്താണ് ഇത്ര തിടുക്കം? ചേട്ടനല്ലേ എടുത്തിരിക്കുന്നത്? വേറെ ആരായി എന്റെ കൈപിടിക്കാനുള്ളത്? ചേട്ടനും പോകുന്നുണ്ടോ? ഓ, നിനക്ക് അമ്പലത്തിൽ പോകണമല്ലേ? ഞാൻ വേഗം വന്നേക്കാം. എന്തൊക്കെയാ പ്രാർത്ഥിക്കാറ് സുജാതെ? എല്ലാം ഗുണമുണ്ടാകുന്നു. ഉണ്ടാവില്ലേ? ഉണ്ടാകും. പഠിത്തമൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച് ഈ വഴിക്കൊന്നും വരാതിരിക്കരുത് കേട്ടോ. വരും. ഗുഡ്. അമ്മ അറിയാതെ വഴക്കത്തിന് വേണമെങ്കിൽ താഴെ വീണു. താക്കട്ടെ വന്നിട്ടുണ്ട്. താക്കട്ടെ എന്താ ഡോക്ടർ? സാരമില്ല, ഈ മരുന്ന് വേഗം വാങ്ങിക്കൊടുക്കും.
വരൂ, ഞാൻ വഴിയിൽ വിടാം. അവറാങ്ക ഒന്ന് നോക്കണേ. പിന്നെ നീ ആ പാവത്തിന്റെ അടുത്ത് എങ്ങനെ ഇരിക്കണം കേട്ടോ, എങ്ങും പോകരുത്. ധർമ്മം മരുന്നും കൊണ്ടുവരും. ഞാൻ പോട്ടെ. ഈ മോന്തയാണല്ലോ നമ്മൾ ഇന്ന് ശകുനം കാണുന്നത്. ഇനി നമ്മുടെ കച്ചവടം ഒതുങ്ങിയത്. ഇന്ന് എന്റെ പലിശയുടെ അവധിയാണ്. ചെറുക്കം പഠിച്ച് പാസ്സായി വന്നു. ഇന്ന് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളൊരു കാര്യം പറയട്ടെ, വിരോധമൊന്നുമില്ല. പാവങ്ങളാണ്. ആ തള്ള ചാവാൻ കിടക്കുകയാണ്. നിങ്ങൾ ആ പോയിട്ട് ആ കൊച്ചനെ വിതരണം ചെയ്താൽ കൽപ്പന എത്താതെ മരിച്ചു. കുട്ടികളെ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? തനിക്ക് വെച്ച കച്ചവടമൊന്നുമില്ല. എനിക്ക് ഇതല്ലാതെ വേറെ യാതൊരു ബിസിനസ്സും അറിയാൻ പാടില്ല. അപ്പൊ മേശരി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നമ്മുടെ കൂടെ പോരെ. നാളെ മുതൽ നിങ്ങൾ വിറ്റ വെച്ചില്ല. അത് കയ്യിലിരിക്കട്ടെ പറയാനെ. ഇനിയിപ്പൊ ഇത്രയും പ്രായമായ എന്നെ കൊണ്ട് അവിടെ വെച്ചിലെ വിപ്പിക്കണം. മേശരി നല്ല മനുഷ്യനെ. നമ്മൾ പറയണത് കേൾക്കും. എന്നാ 4 വെച്ചില്ല, ഇനി നമുക്ക് കാര്യം തരണ്ട. എന്നാ ഈ മാസത്തെ പലിശ അവറാണ്ട. നമ്മുടെ കയ്യിലെങ്ങനെ കായ ഉണ്ടെങ്കിൽ കയ്യോടെ കയ്യിൽ തരും. എന്നാ ഞാൻ ഇപ്പൊ പോവാം. നാളെ വെട്ടത്തിന് ഞാനിവിടെ വരും. അല്ലോ എന്തിനു മേശരി നടന്ന് ബുദ്ധിമുട്ടുന്നത്? എന്നാ നമ്മളുടെ കൂടെ ഇന്ന് കിടന്നിട്ട് കാലത്ത് അങ്ങോട്ട് പോയാൽ പോയി. അത് വേണ്ട, ഈ വെറ്റില കൊണ്ട് നമ്മുടെ വീട്ടുകാരത്തേക്ക് കൊടുക്കാം. അവറാന്റെ വെറ്റില എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പ്രിയങ്കരമാണ്. നമ്മൾ എന്റെ കർത്താവേ, അവന്റെ തള്ളയുടെ രോഗം നാളെ കാലത്തേക്ക് മാറ്റി കൊടുക്കണേ. പടച്ചോനെ, എടാ കുറുങ്കാലി, നീ പടച്ചോനോട് തേടിയാലുണ്ടല്ല ആ കൊച്ചിന്റെ തള്ള ഇന്ന് ചത്തുപോകും. നമ്മൾ പറഞ്ഞു. ഡോക്ടർ, യെസ്. എന്റെ കയ്യിൽ വേണ്ടത്ര പണമില്ല. വൈകുന്നേരത്തിനകം ഞാൻ ഫീസ് എത്തിച്ചു തരാം. ആ മരുന്ന് വേഗം എത്തിച്ചു കൊടുക്കും. പിന്നെയൊക്കെ സൗകര്യം പോലെ. മരുന്നിന് എന്ത് വില വരും ഡോക്ടർ? 10-30 റുപ്യ വരും. ഓക്കെ. ശരി ഡ്രൈവർ. വിളിപ്പിച്ചത് മറ്റൊന്നിനുമല്ല, പഠിത്തം കഴിഞ്ഞാലുടനെ ജോലിക്ക് പ്രവേശിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. കാര്യങ്ങളൊക്കെ നരേന്ദ്രൻ പറഞ്ഞത്. ശരി, അങ്ങനെയാവാം. മകൻ, നീ നന്നായി വരും. ഓ, നേരം വൈകൽ. ഞാൻ വരട്ടെ അമ്മാവ. ഒന്ന് ഓർത്തുകൊള്ളു. ജീവിതം ഒരു പാലാഴി മധുരമാണ്. അവിടെ അമൃതും വിഷവും മറ്റും കിട്ടും. ഈ മനസ്സെന്ന പാൽക്കടലിൽ നിന്ന്. ശരി അമ്മാവ. ധർമ്മൻ, ഞാൻ അല്പം തിരക്കിലാണ്. എന്തു പറ്റി? അമ്മയ്ക്ക് അസുഖം കുറച്ച് കൂടുതലാണ്. മരുന്ന് വാങ്ങണം. വാങ്ങിയോ? വാങ്ങണം. ഇരുട്ടുപൊരുളല്ല, വേണ്ട. കട്ടുകൊണ്ട് വന്നതല്ല, അത്യാവശ്യം കൊണ്ടാണ്. കട്ട മുതലല്ല, അതിനുള്ള തെളിവ് ഞാൻ തരാം. എവിടെ രൂപ വേണോ? ഒരു 50 രൂപ വേണം. 50 40 തരാൻ. എന്നോട് പറയാമായിരുന്നു. നിന്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. സുജാതയുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടല്ലോ. നിനക്ക് ഭ്രാന്താണോ? നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കാറില്ലായിരുന്നു. തമ്മിൽ നമ്മൾ എത്രയോ അറിയുവാനിരിക്കുന്നു സുരേഷ്. ഞാൻ വരണോ? വേണ്ട.
ഒരു പ്രാന്തം വന്നേ കള്ളാവല്ലോ. ചെങ്കമ്മേനെ സാർ അന്വേഷിച്ചു. 12 സാറിനെ കാണണമെന്ന് പറഞ്ഞു. മുതലാളി വന്നോ? അല്ല, പിന്നെ നരേന്ദ്രൻ സാർ. നരേന്ദ്രൻ സാറോ? ഉഫ്. ഓ, അപ്പൊ നാശമായി. മണി എത്രയായി? മണി 10:30. വന്നനോ മണക്കൊന്നും വേണ്ട. നാളെ മുതൽ 10 മണിക്ക് എത്തിക്കണം. ഓ, എട്ടായി. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നായി. ആ. അമ്മ സൂക്ഷിച്ചിരിക്കണേ. ഇന്റർവ്യൂ കഴിഞ്ഞതും ഞാൻ വേഗം വരാം. അമ്മയ്ക്ക് ഭേദമുണ്ട് മോനെ. എന്റെ മോൻ സമാധാനത്തോടുകൂടി പോയിട്ടു. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഞാനേ അവനെ കെട്ടിയോളെ പിടിച്ചുകൊള്ളാം മോനെ. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ഞാൻ വരട്ടെ. ശരി. കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് ഓരോത്തിന്റെ തിണ്ണ നിരങ്ങാന്ന് വെച്ചാൽ തലവലി തന്നെയെന്ന് പറയാതെ എന്താ ചെയ്യാൻ? കഷ്ടമാണ്. അല്ല, അകത്തോട്ടെന്താ കയറിയിരിക്കുന്നത്? കർത്താവിനെ തന്നെ ഇരുത്താതിരുന്നേച്ചാവും. ഞാനിവിടെ കയറി ഇരിക്കാനോ ഭരിക്കാനോ പോർക്കാനോ ഒന്നും വന്നല്ല. എനിക്ക് എന്റെ പലിശ കിട്ടണം. മുതല് സ്വല്പം കഴിഞ്ഞാലും വിരോധം. കുറച്ച് ദിവസം കൂടി. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി. എനിക്കിങ്ങനെ കാത്തിരിക്കാൻ ഒക്കെയില്ല. എനിക്ക് വേറെ വേലയും പണിയൊന്നും അറിയാൻ വയ്യ. ഈ പലിശ കിട്ടിയാലേ എന്റെ വീട്ടിൽ അരി വാങ്ങിക്കാനോ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഇന്നും ഒരു ഇന്റർവ്യൂ ഉണ്ട്. എനിക്ക് തന്റെ ഇന്റർവ്യൂവിനെ പറ്റി അറിഞ്ഞിട്ട് ആവശ്യമില്ല. ഞാൻ വൈകുന്നേരം വന്ന് കാണാം. എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാൻ നോക്കട്ടെ. ആ, വെറും കൈയോടെ ഓർമ്മക്കല്ലേ കൊച്ചനെ. ഫീസില്ലാണ്ടേ സ്കൂളിൽ കേട്ടാതെ പുറത്തു നിർത്തിയപ്പോ സഹായിച്ചവനാ ഞാൻ. ആ കാര്യം മറക്കരുത്. ആ, ആ ഓർമ്മ ഉണ്ടായോ? മോന്തിക്ക് മുമ്പ് എങ്ങനെ എത്തണേ? നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റക്കുള്ളൂ ഞമ്മക്ക് അറിഞ്ഞോട്ടില്ലല്ലേ. ഒറ്റക്കായി ഞമ്മടെ കുറ്റമാണോ? പടച്ചവനെല്ലാം നിന്റെ കുറ്റമാണോ? മോന്തിക്ക് മുമ്പ് ഞമ്മ എത്താത്ത ഏതെങ്കിലും ദിവസം ഉണ്ടാ? ഒരു കാര്യം ചെയ്യും, ഞമ്മളെ വിശ്വാസത്തിൽ നീ ഞമ്മടെ കൂടെ പോരി. അപ്പാ, ഒരു പാഹയിൽ നിന്ന് നക്ഷത്രം എണ്ണെന്ന് കണ്ട മേശരി. അപ്പളേ മേശരി, ഇതെന്താണ് മാനവും നോക്കി നിൽക്കുന്നത്? നക്ഷത്രം ഉണ്ടോ? ആ, ഈ കണക്കിലാണെങ്കിൽ നക്ഷത്രം എണ്ണി പോറാനെ. ഞാൻ എന്റെ പെടലി കൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുകയല്ലേ. അവറാൻ എന്റെ അപ്പനെ കണ്ടപ്പോ 7.5 അടി പൊക്കം. 8 അടിയുണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ പൊക്കം കുറഞ്ഞു പോയെന്നറിയാം? ഈ പലിശക്കാശിന് വേണ്ടി ഇവിടെ നടന്ന് എന്റെ കാല് തേഞ്ഞു പോയതാണ്. എന്റെ പൊന്നു മേശരി, ഇപ്പൊ ഉള്ള പൊക്കം ഉണ്ടല്ല, ഇനിയും കുറയും. ഈ നടപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. പാവ കൊച്ചിന് ജോലിയൊന്നും ആയിട്ടില്ല. അതിന്റെ തള്ളയുടെ സൂലാതെ കിടക്കണം. ഇതങ്ങോട്ട് വിൽക്കുക. അതെങ്ങനെയാണ് അവറാനെ വിടുന്നത്? തനിക്ക് വെറ്റില കച്ചവടം, എനിക്ക് ഈ ബിസിനസ്. ഓരോരുത്തർക്കും ഓരോ തിരിമറിയല്ലേ, അത് വിടാനൊക്കുവോ? നല്ല വെറ്റിലാണല്ലോ. പിന്നെ തന്റെ വെറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരത്തേക്ക് ബഹു പ്രിയമാണ്. 2 വെറ്റിലയും കൊടുത്താ. അല്ലോ, വീട്ടുകാർക്ക് അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട കേട്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് കാശൊന്നും കടം മേടിച്ചിട്ടില്ല. പിന്നെ പലിശ വെറ്റിലായിട്ട് മേടിക്കണം. എന്തിനാണ് വെറ്റില 2 തരാ? 2 പൈസ കരുതാ. അയ്യോ, എന്നാ വേണ്ട. അപ്പോ പഴയ കൽപ്പനട്ടാൽ ആരെങ്കിലും തല്ലി കൊല്ലും നിന്ന. സുരേഷിനെ വിളിക്കൂ. സാറിനെ നരേന്ദ്രൻ സാറ് വിളിക്കുന്നു. ഇതൊന്നും ഇവിടെ പറ്റില്ല. ഞാൻ പുതിയ ആളല്ലേ, എന്തു പറ്റി പറയൂ? കച്ചവടം ഒരു കലയാണ്. അതിന് കഴിവില്ലാത്ത മറ്റു വല്ല പണിക്കും പോണം. പറഞ്ഞു തന്നാൽ അതുപോലെയൊക്കെ ചെയ്യാം. പറഞ്ഞു തരാൻ എനിക്കെപ്പോഴും പറ്റിയെന്ന് വരില്ല. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്.
232 ധർമ്മപാലൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഞങ്ങൾക്ക് ആവശ്യമുള്ള യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ എന്താണ് പക്ഷേ? ഞങ്ങളുടേതൊരു ചെറിയ സ്ഥാപനമാണ്. 5000 ഉറുപ്പിയുടെയെങ്കിലും ഷെയർ വാങ്ങിയിട്ടുള്ളവർക്ക് ജോലി കൊടുക്കാവൂ എന്നാണ് ബോർഡിന്റെ തീരുമാനം. കഴിവില്ല സർ. അങ്ങനെ തീർത്തു പറയണോ? ശ്രമിച്ചുകൂടെ? ശ്രമിക്കാൻ ഒന്നുമില്ല സർ. ഒരാഴ്ച സമയം തരാം. ശമ്പളത്തിൽ പകുതി ഷെയറുകളായി പിടിച്ചോളൂ. ബോർഡിന്റെ തീരുമാനത്തിൽ വ്യത്യാസം വരുത്താൻ എനിക്ക് അധികാരമില്ല. താങ്ക്സ്. ഞാൻ ധർമ്മൻ. സുരേഷില്ലേ? ഇല്ല, ചേട്ടൻ ഉദ്യോഗസ്ഥനായി. ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാണ്. കഴിഞ്ഞോ? കഴിഞ്ഞു. കിട്ടിയോ? ഇല്ല. ഊണ് കഴിച്ചോ? ഇല്ല. എനിക്ക് വേഗം പോണം. ടൗണിൽ വരുമ്പോൾ ഇവിടെ വരാമെന്ന് സുരേഷിന് വാക്ക് കൊടുത്തിരുന്നു. വിവരം പറയണം. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്. ആരാ നോക്കാൻ? ഞാനും പിന്നെ അയൽക്കാരും. അതിനൊരു പോംവഴി ഉണ്ടാക്കണ്ടേ? വേണം. പക്ഷേ പ്രതിഷ്ഠ മാത്രം പോരല്ലോ. പൂജയ്ക്ക് അന്നവും വേണ്ടേ? ആട്ടെ, ഇപ്പോൾ അന്നം വേണോ? വേണ്ട. അകത്ത് വരാൻ പേടിക്കണമെന്നില്ല. പേടിക്കണ്ടേ? വേണ്ട, ഇരിക്കൂ, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. വേണ്ട, പിന്നീടാവും. അല്ല, വിശക്കുമ്പോഴല്ലേ? സ്വാദുണ്ടോ? വിളമ്പിത്തന്നത് നീയല്ലേ? വിശപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എനിക്ക് വിശപ്പുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? മുഖം കണ്ടിട്ട്. നീ ഒന്നും കഴിച്ചില്ലേ? ഇത് നല്ല ചോദ്യം. സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ അന്വേഷണമുള്ളൂ. അയ്യോ, നീ ഉണ്ണാതെ? ചേട്ടനുണ്ടാൽ എന്റെ വിശപ്പ് മാറും. ഓ, അതെന്താണൊരു വിദ്യ? അതാണ് വിദ്യ. പക്ഷേ നിനക്ക് വിശപ്പ് മാറിയില്ലെന്ന് തോന്നിയാൽ എന്താണ്? എനിക്ക് വിഷമമുണ്ടാ. എന്നാൽ ഞാനുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താണാവോ വലിയൊരു ആലോചന? എനിക്കൊരു ജോലി കിട്ടിയാൽ ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയാൽ ക്ഷാമം തീരും എന്ന് തന്നെയല്ല, എല്ലാം മനോഹരം. മനോഹരം. മനോഹരം.
നിനക്ക് എന്നെപ്പോലുള്ള ആൺകുട്ടികളും എനിക്ക് നിന്നെപ്പോലുള്ള പെൺകുട്ടികളും ഉണ്ടാകും. എത്ര വേണം? എത്ര പേർക്ക് ഉണ്ണാൻ തികയും ശമ്പളം? 2-3 പേർക്ക് കഞ്ഞിക്ക് തികഞ്ഞാൽ മതിയായിരുന്നു. മതിയാക്കാം. എങ്ങനെ? ഉള്ളതുകൊണ്ട് ഓണം പോലെ. ചേട്ടാ, സ്വപ്നം കാണാൻ സുജാതയ്ക്ക് ഇഷ്ടമാണോ? ചേട്ടനോ? കക്കാനും കളവ് പറയാനും ശീലിച്ചവർക്ക് സ്നേഹിക്കാൻ അവകാശമുണ്ടോ ഇക്കാലത്ത്? കക്കാനും കളവ് പറയാനും ശീലിച്ചവർക്ക് സ്നേഹിക്കാൻ കഴിയുമോ ചേട്ടാ? അവർക്കതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്നേഹത്തിന് അല്പായുസേ ഉള്ളൂ പെണ്ണേ. സ്വപ്നങ്ങൾക്കോ? ആ, നീ പറ, സ്വപ്നങ്ങൾക്ക് എത്ര ആയുസുണ്ടെന്ന്? ചേട്ടനോളം. സുജാതെ, നീ എന്റെ മഹാഭാഗ്യമാണൊരു പെണ്ണെ. നിന്റെ കഴുത്തിൽ ഞാനൊരു ചങ്ങലയിടും, ഒരു സ്വർണ്ണ ചങ്ങല.
ധർമ്മൻ വന്നത് എന്തിനാണാവോ? ജോലി കിട്ടുമോ? ഇല്ല അത്രേ. ധർമ്മന്റെ അമ്മയെ ഒന്ന് പോയി കാണണം. ഞാൻ വരട്ടെ? നീ വരണ്ട. എന്നാണ് പോകുന്നത്? ഞായറാഴ്ച അല്ലേ പറ്റൂ. ഓഹോ, ഉദ്യോഗസ്ഥനായല്ലോ. ഒരു ഉദ്യോഗം. എന്താ ചേട്ടന്റെ ഒരു വിഷമം? നരേന്ദ്രൻ എന്തു പറഞ്ഞു? വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. പറയുമായിരിക്കും. എന്നാൽ ഈ ഉദ്യോഗം വേണ്ട നമുക്ക്. നിനക്ക് പറയാൻ എളുപ്പം. അവസാനം ഈ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിപ്പോകേണ്ടി വരും. കണ്ടില്ലേ ധർമ്മൻ വിടുന്ന പാട്. വരൂ. സുജാത എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? എത്ര നാളായി കണ്ടിട്ട്. ആ, ഞാനത് മറന്നു. വാർഷികാഘോഷത്തിൽ നിന്റെ ഡാൻസ് ഒന്നന്തരമായി. നുണ എന്നാര് പറഞ്ഞു? എന്റെ ചേട്ടൻ പറഞ്ഞു. എന്നോടാരും പറഞ്ഞില്ല. സന്ദർഭം കിട്ടിയില്ലായിരിക്കും. സത്യം പറയട്ടെ, മുഷിയുമോ? ഇല്ല, പറയൂ. നൃത്തം കുറെ കൂടി നന്നാക്കാമായിരുന്നു. കേട്ടോ സുജാതെ, നിന്റെ ചേട്ടൻ കോളേജിൽ സംഗീതത്തിന് സമ്മാനം വാങ്ങി. പക്ഷെ കുറെ കൂടെ നന്നായി പാടാമായിരുന്നില്ലേ? തീർച്ചയായും തീർച്ചയായും. ഞാൻ സുജാതയും കുട്ടി നഗരത്തിൽ നിന്ന് ചുറ്റിക്കറങ്ങാനാണ് കാറും കൊണ്ടുവന്നത്. പുറപ്പെടൂ, പുറപ്പെടുന്നേ, പുറപ്പെടൂ. ഞാൻ ചേട്ടന്റെ കൂടെ പുറത്തിറങ്ങാൻ പുറപ്പെട്ടു നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ രക്ഷിതാവായി കൂടെ വരാൻ ദയവുണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ട്? ദയവില്ലായ്മയ്ക്ക് കാരണം വേണം. ധൈര്യമില്ലായ്മയ്ക്കോ? അതിന് കാരണം വേണം. എന്ത് കാരണം? ഗൗരിക്കറിയില്ലേ? ഇല്ല. ഇല്ലേ? ഓ, അത്രത്തോളം തറപ്പിച്ച് ചോദിക്കുമ്പോൾ അറിയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടെങ്കിലും പോയി വരും. പോണം. വരൂ സുജാതെ, നമുക്ക് പോവാം. ചാവി ചാവി അകത്ത് എന്തു വേണം? ഒരു കഷ്ണം പേപ്പർ ഉണ്ടോ? പേപ്പറോ? പെൻസിലും വേണം. ഓ, അതാ അവിടെ ഉണ്ട്, എടുത്തോളാം. ചാവി ഇവിടെ ഉണ്ടോ? ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാനെന്ത് മറന്നു? നിനക്ക് മറക്കാൻ പറ്റും, എനിക്ക് കഴിയില്ല. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, നമ്മൾ എന്ത് നേര് പറഞ്ഞാലും ഈ ലോകം മുഴുവൻ നമ്മൾ നുണയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സത്യം നമ്മൾ പറഞ്ഞത്. നമ്മുടെ ബാപ്പാക്ക് അന്ന് ഏതാണ്ട് ഒരു 20-21 വയസ്സുണ്ടാവും. ബാപ്പാക്ക് ഒരു കല്യാണക്കാരും വന്നു. ബാപ്പാക്ക് ഒരു പെണ്ണ് കെട്ടണം. ബാപ്പ നമ്മളെ വിളിച്ച് ചോദിച്ചു, എടാ ഒരു പെണ്ണ് കെട്ടുന്ന കാര്യം വന്നിട്ടുണ്ട്, നമ്മൾ കെട്ടിക്കോട്ടെന്ന് ചോദിച്ചു. ബാപ്പോട് ഞാൻ പറഞ്ഞു, ബാപ്പാ വേണ്ട, അബദ്ധം ചെയ്യണ്ടെന്ന്. ബാപ്പ ചെയ്ത് അറിയാവോ? ബാപ്പ കയറി ഉമ്മാനെ കെട്ടി. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ നമ്മൾ ഇപ്പൊ ഈ ബെത്തിലക്കൊട്ടയായിട്ട് ഇങ്ങനെ നടക്കേണ്ട വന്നത്. ധർമ്മം കിട്ടിയോ മോനെ?
ആ കിട്ടൂല മോനെ, അവരുടെ പണിക്ക് മോനൊന്നും പറ്റൂല. പണിയൊക്കെ പറ്റിയവരാക്ക, പക്ഷെ 5000 രൂപ കൊടുക്കണം. അമ്മ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നീ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാ മതി. പടച്ചോനെ, 5000 ഉറുപ്പിക ഇങ്ങനെ കൈക്കൂലിയാണ്. പണി കിട്ടണേ വെച്ചാൽ 5000 രൂപ കൊടുത്ത കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം എന്ന് മനസ്സിലായോ? ഓ ദുനിയാവ് ബെടക്കായി പോയി മോനെ. ഇപ്പൊ ഷെയർ ഇല്ലാത്ത ഒരൊറ്റ ബിസിനസ്സും ഇല്ല, മനസ്സിലായ? ഷെയർ എടുത്തോ. എന്തായാലും കടവും കഷ്ടപ്പാടും കടവും തീർത്ത് 5000 രൂപ കിട്ടിയാൽ നമുക്ക് ഈ വീടും പറമ്പും വിൽക്കാൻ മതി. വീടും പറമ്പും വിൽക്കേണ്ട അമ്മി. അതെ ധർമ്മ, വിറ്റ് 5000 കിട്ടിയാ നിനക്ക് തൊഴിലായി. പിന്നെ ഈ പാവം തള്ളനെ ഒറ്റക്ക് താമസിക്കണം. നിങ്ങൾ രണ്ടാളും കൂടി ആ മേസ്റ്റിയോട് ചെന്ന് ചോദിക്കും, ഈ സ്ഥലത്തിന് എന്ത് തരുന്നു? അതൊരു ബുദ്ധിയാണ് കേട്ടാ. പക്ഷെങ്കിൽ അവൻ ഞങ്ങളൊരു ഹിമാറാണ്, ഇരുമ്പ് പിടിച്ച വെള്ളമാണ്. എന്നാലും ധർമ്മോ, ഞമ്മക്കൊന്ന് പോയി മുട്ടി നോക്കാം, പണി പറ്റണം പറ്റണം.
പലിശ 3310 റുപ്യ. അതിലേക്ക് അടവ് 400 കിഴിച്ച് 2910 റുപ്യ. അതിന്റെ പലിശ 510. അതിന്റെ പലിശ 125. അതിന്റെ പലിശ, പലിശയുടെ പലിശ, പലിശയുടെ പലിശ, ഇതെല്ലാം ഞാൻ കൂട്ടേണ്ടതാ. പക്ഷെ കൂട്ടുന്നില്ല. പിന്നെ അതിന്റെ പലിശ, പിന്നെ അതിന്റെ പലിശ. ഓ, നിങ്ങളുടെ ഒരു മുട്ടിഞ്ഞ പലിശ. അപ്പോ ഒട്ടാകെ എന്ത് വരും? പലിശയും മുതലും പലിശയും ചേർത്ത് 16,550 റുപ്യ 30 നയപൈസ. ഓ, 30 നെയ്പായസം. പടച്ചോനെ, എലിവാറ പോലെയല്ലേ? എന്ത് വില കാണും? എനിക്കെന്തിനാ വീടും പറഞ്ഞു? മറ്റാർക്കെങ്കിലും കൊടുത്ത് കടം വീട്ടാം. ആരെ നോക്കും? എന്റെ കയ്യിൽ പണയത്തിരിക്കുന്ന ഭൂമി മറ്റൊരുത്തിന് വിൽക്കുന്നത് എങ്ങനെ? അപ്പൊ ആർക്കെങ്കിലും വിറ്റ് കടം വീട്ടാനുള്ള ധാരണയിൽ ആ പണയമൻ കൂടി വന്നാട്ടെ. വിറ്റ് കടം വീട്ടിയില്ലെങ്കിലോ? പടച്ചോനെ, മോൻ നല്ലോനാണെന്നാണല്ലോ ഞങ്ങൾ വിചാരിച്ചത്. ഇത്രയും വലിയ ആക്രമണം ഈ മുഖത്ത് നോക്കിയിട്ട് മനുഷ്യനാണെന്ന് പറയേണ്ട പല പറഞ്ഞു കൂടാതെ ആ കടമെടുത്ത് 5000 രൂപ കയ്യിൽ തരികയാണെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, എനിക്ക് വീടും പറമ്പും വേണ്ട. രണ്ടാമത്തെ കാര്യം, 10,000 റുപ്യയിൽ കൂടുതൽ ഏത് പൊട്ടക്കണ്ണനും ആ പറമ്പിനും എനിക്ക് കൂടെ വില കാണുകയില്ല. മൂന്നാമതായിട്ട് കണ്ണട വച്ചിട്ടും തനിക്ക് പൊട്ടക്കണ്ണന്റെ കണ്ണ് പോലും ഇല്ല. കുമാറാണ്, രാമൂസാണ്, അതാണ്. ഇത് ദേവിയിരിക്കുന്ന പാമ്പിനെടുത്ത് പറത്തുമ്പോ വെച്ച പോലെ ആയിരുന്നു. കയ്യിലുള്ള കാര്യം കൊടുത്ത് കടിക്കുന്ന പട്ടിയുമായിരിക്കും. സാർ, ആരൊക്കെയോട് കളിക്കാറ്? എല്ലാവരും ഉണ്ട്. അകത്ത് വലിയ ബഹളമാണ്. അതൊന്നും എനിക്കറിയേണ്ട ബഹളത്തിന്റെ കാര്യം. എന്റെ കുറെ പണം പോയിട്ടുണ്ട്, എനിക്കത് തിരിച്ചു പിടിക്കണം. എന്റെ ചുമതല തീർന്നു. കേടുപാടുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ഗൗരി, വല്ലതും കഴിച്ചിട്ട് പോവാം. വീട് വരെ ഒന്ന് തുണപ്പോരാമോ? എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. എനിക്ക് കാർ ഓട്ടിക്കാൻ അറിയാം. അതാണ് കുഴപ്പം. ഇത്രയും നാളില്ലാത്ത കുഴപ്പം ഇപ്പോഴെങ്ങനെ ഉണ്ടായി? അന്നൊന്നും ഞാൻ ഗൗരിയുടെ ജോലിക്കാരനായിരുന്നില്ല. ജോലിക്കാരനായിപ്പോയത് കൊണ്ട് ഞാൻ എന്ത് പിഴച്ചു? അല്ല, ഞാനൊന്നും വിചാരിക്കില്ല. ചേട്ടന് പോകാം. നീ വാതിലകത്ത് നടച്ചോളൂ, ഞാൻ വേഗം വരാം. എന്താ മോനെ ഇത്ര വൈകിയത്? ആ മേസ്ത്രി തിന്നുകയുമില്ല, തീറ്റുകയുമില്ല. അതായത് പട്ടി തൊയ്ത്തി കയറി കിടന്നാൽ എങ്ങനെയാണ്? പൈപ്പൊരു പട്ടി കൊണ്ട് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റുകയില്ല. എന്ത് പറഞ്ഞു? അയാൾക്ക് വേണ്ടെന്ന്. അഥവാ അയാൾ വാങ്ങുകയാണെങ്കിലും കടം തീരുകയും അത്രേ വില അയാൾ കാണുന്നു. അമ്മനെയും ധർമ്മനെയും ഞമ്മളെയും നമ്മുടെ കെട്ടുകളെയും പിന്നെ ഈ അയൽക്കാരെയും കൂടി പറയാൻ പറ്റാൽ പിന്നെയും കടം ബാക്കിയാണ്. എന്നാലും നമുക്ക് അത് ആർക്കെങ്കിലും കൊടുക്കാം മോനെ. വേറെ ആര് വാങ്ങാനാണേ? പണയം വെക്കൂലേ? നല്ല വരുമ്പോഴൊക്കെ നേരെയാവും മോനെ. മോനെ, എന്റെ മോൻ പോയിട്ട് കുളിച്ചിട്ട് ചെല്ല്. അവരാണേ എന്താ കയ്യില്? അതൊരാണിയമ്മേ. ഇത് ഒറ്റ കഴിക്കാതെ നെറുകയിൽ അടിച്ച് കേട്ടാൻ ഞമ്മൾ വിചാരിച്ചു. പക്ഷേ ചിറ്റിയ കിട്ടിയില്ല. അതോ നമ്മുടെ കടൽ അവിടെ പോയിട്ട് വരാം. പറഞ്ഞു വരും.
ഹലാക്കിന്റെ പൊടി. ഹലാക്കിന്റെ പൊടിയല്ല എന്റെ കരളെ ബെത്തിലെ പൊടി. നിങ്ങൾ എവിടെയായിരുന്നു? നമ്മളെ ആ മേശയിൽ നിന്ന് കാണാൻ പോയി. എന്തിനു? വെറുങ്ങനെ ആ ധർമ്മക്കുഞ്ഞായിട്ട് പോയതാ. ഇന്ന് ചോറില്ല. ചോറില്ലേ? അതെന്ത് പറ്റി? അതെന്ത് പറ്റിയത്? അരി വേണ്ടേ? അന്ന് അരിയില്ലാണ്ട് ചോറ് വെക്കാൻ എന്റെ കരളിൽ നടന്നൂടെ? പൊന്നരിക്കല്ലേ വരുന്നുണ്ട് ഒരു കടി. കഴിക്കൊന്നും വരണ്ട. ഒരു കാര്യം ചെയ്യും, ചോറില്ലെങ്കിലും സാരില്ല, പാലിട്ട് നമുക്ക് ഉറങ്ങാം. നിങ്ങൾക്ക് ഇന്ന് നമ്മളെ മനസ്സിലായില്ലല്ലോ. മനസ്സിലായതുകൊണ്ടല്ലേ നമുക്ക് കഞ്ഞില്ലാണ്ട് വന്നത്. നിങ്ങൾ നമ്മൾ ഭക്ഷണിക്കുന്നുവോ? കള്ളി അങ്ങനെ വരട്ടെ. അപ്പൊ കഞ്ഞി കിട്ടല്ലേ? വേഗം ഇവിടെ ഇരിക്കും. വേഗം കൊണ്ടുവരണേ, അല്ലെങ്കിൽ നമ്മ ഉറങ്ങിപ്പോവും. കഞ്ഞി കുടിക്കും. ആ മറ്റേ നീ കുടിച്ചാ? നിങ്ങൾ കുടിച്ചിട്ട് നമ്മൾ കുടിക്കാം. ആ അത് പറ്റില്ല, നമുക്ക് രണ്ടാക്കും കൂടി ഒന്നിച്ചു കുടിക്കാം. ഒരരി മുങ്ങിച്ചത്ത കഞ്ഞിയും കുടിച്ച് ഒരു കണ്ടം മീൻ ഓടി നടക്കണ കൂട്ടാൻ ചാരും കഴിച്ച്. നിങ്ങൾ കഞ്ഞി കുടിക്കും. എത്ര കേട്ട് തല്ലിലേറ്റണ്ടേ? അല്ല വെച്ച് നിൽക്കട്ടാ, അതിനേക്കാളും വലിയ കെട്ടല്ലേ ഇരിക്കണത്. പടച്ചോനെ, നമ്മുടെ ഈ വലത്തേ കൈക്ക് 10 പേരുണ്ടായതാണ്. ഇങ്ങനെ കഞ്ഞി കുടിച്ച് 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 5 എണ്ണം പോയി. ഇനി 5 കഞ്ഞി കൂടി കഴിയുമ്പോൾ അവർക്ക് വേണ്ടുണ്ടാവില്ല. എന്ത് പറ്റി ഗൗരി നിനക്ക്? ഞാൻ സുരേഷിന്റെ കൂടെ ജീവിക്കാൻ വരുന്നത് സുരേഷിന് ഇഷ്ടമല്ലേ? ഇതെന്ത് ചോദ്യം ഗൗരി? ഇഷ്ടമാണോ എന്ന്. അതിനെനിക്ക് ഭാഗ്യമുണ്ടാവില്ല. സുരേട്ടാ, പണ്ട് സുരേട്ടൻ ഇങ്ങനെയല്ലായിരുന്നു. അന്ന് ജീവിതം വെറുമൊരു കുട്ടിക്കളിയായിരുന്നു. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽപ്പടവിൽ. എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ നൂപുരമിട്ടൊരു തിരകൾ കടലിൻ ഗോപുരനടയിൽ വന്നല്ലോ. കാലിൽ തൊട്ടു വിളിക്കുകയാ ജലകേളിക്കായി നിന്നെ. എപ്പോഴെന്നറിയില്ല. ഗൗരിക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവാം. ഞാനാണെങ്കിൽ കുറെ കഷ്ടപ്പാടുകളുടെ നടുവിലാണ്. ആ ഗൗരിയുടെ പഠിപ്പ് തീരട്ടെ, ഞാൻ വേറെ വല്ല ജോലി നോക്കുകയും ചെയ്യാം. ധർമ്മന് കൂടി ജോലി കിട്ടിയാലേ സുജാതയുടെ പ്രശ്നം തീരും. സുരേട്ടാ, എന്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എല്ലാം എന്റെ സുരേട്ടനാണ്. ഓക്കെ, വരൂ.
എന്റെ കുഞ്ഞെ ഇതുവരെ എവിടെയായിരുന്നു? അയ്യോ, ഞാൻ വല്ലാതെ ഭയന്നു പോയല്ലോ. ഗൗരിയും സുജാതയും കൂടി തെണ്ടാൻ പോയിരുന്നു. ഞാൻ വരട്ടെ. എങ്ങനെ പോകും? നടന്നു പോവും. അത്രയ്ക്കുള്ള ദൂരമല്ലേ ഉള്ളൂ. നടന്നിട്ടുള്ള ശീലമല്ലേ. ദാ ചേട്ടൻ വന്നു. ഹലോ സുരേഷ്, എന്താ പ്രശ്നം? കുഞ്ഞ് നടന്നു പോവാന്നാ പറയുന്നത്. അതിനെന്താ, ഞാൻ കൊണ്ടുപോയി വിടാമല്ലോ. ബുദ്ധിമുട്ടണമെന്നില്ല. ചേട്ടൻ ഒരു ബുദ്ധിമുട്ടുമാവില്ല. കേറി പോമോനെ, നേരം രാത്രിയായി. ഓക്കെ, കമോൺ. ഞാൻ വ്യസനിക്കുന്നു സുരേഷ്. പിന്നെ നാം തമ്മിലല്ലേ എന്നൊരു സമാധാനം എനിക്കുള്ളൂ. നരേന്ദ്രൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്തോ എനിക്ക് നല്ല സമയമല്ലായിരുന്നു. ഓഫീസിൽ വെച്ച് ഞാൻ എന്തോ പറഞ്ഞു. യു ആർ ദ ബോസ്. നരേന്ദ്രന് അതിനുള്ള അവകാശമുണ്ട്. ദയവ് ചെയ്ത് അത് മാത്രം പറയരുത്. ഞാനത് മറക്കാൻ ശ്രമിക്കും. ശ്രമിച്ചാ പോരാ, മറക്കണം. ഇപ്പോഴേ എനിക്ക് സമാധാനമായിട്ടു. വരണം. എന്താ ഇറങ്ങുന്നില്ലേ? ഇനിയൊരു അവസരത്തിലാകാം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയല്ല. വരൂ. ഞാൻ വരാം, ഉടനെ പോവും. ഓക്കേ. അകത്തിരിക്കാമല്ലോ. ഞാൻ ഇവിടെ ഇരുന്നോളാം. സുജി, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. എനിക്കൊന്നും വേണ്ട. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുപോവാ. ആ, പിന്നെ വൈകുന്നേരം ഞാൻ ആകെ മൂടോട്ടായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. ചേട്ടാ, ആ, ഇതാ കുടിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. ശരി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഓ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, ബൈ ബൈ. നിനക്കൊരു കാമുകനുണ്ടോ? ചേട്ടൻ ഒരു കാമുകയുണ്ടോ? ഇല്ല. ചോദിച്ച ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇതത്ര നന്നല്ല. ഉപദേശത്തിന് നന്ദി. അച്ഛനത് ഇഷ്ടമാവില്ല. എന്ത്? സുരേഷുമായി ചുറ്റി നടക്കുന്നത്. എന്ന് ചേട്ടൻ എങ്ങനെ അറിയാം? ആർക്കാ അറിയാൻ പാടില്ലാത്തത്? ചേട്ടന് ചേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി. അതാണ് നല്ലത്. പറഞ്ഞു തരേണ്ട എന്റെ കടമ. ഇനി നിന്റെ ഇഷ്ടം. അതായിരിക്കും. ധർമ്മന്റെ വീട് ഇതാണോ? ആരാ മക്കളെ? എന്റെ പേര് സുരേഷ്. ഇതെന്റെ അനിയത്തി. വരും മോളെ. അല്ല, ഇതാരാ? ഞാനിപ്പോ വരാം. ആ, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതാണ് എന്റെയും അമ്മയുടെയും കൊട്ടാരം. ഓഹോ. അമ്മേ, ഇത് സുരേഷ്, ഇത് സുജാത. ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. വരും മോളെ. നീ ഇവിടെ ഇരി. എന്നെ അകത്ത് കടത്തില്ലായിരിക്കും. നടക്കട്ടെ. അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? ആ, ഒരു വിധം. ആ, നീ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നു എന്നറിഞ്ഞു. ഉവ്വ്, പോയിരുന്നു. എവിടെ? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണം. കിട്ടിയില്ലേ? കിട്ടി, പക്ഷെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ? ഒരു 5000 രൂപ കൊടുത്താൽ തരാമെന്ന്. ഒരാഴ്ച സമയവും. എന്താ ജോലി? സെയിൽസ് റെപ്രസെന്റേറ്റീവ്. നല്ല കമ്പനിയാണോ? നല്ല കമ്പനിയാ. ജനറൽ ഏജൻസീസ്. എന്ത് പണം കൊടുത്തും ആ ജോലി നേടണമായിരുന്നു. ഞാൻ എവിടെ പോകാനാ? നിന്റെ കയ്യിൽ പണമുണ്ടോ? ഈ
വീടും പറമ്പും വിൽക്കാമെന്ന് കരുതി. പക്ഷേ അതിലേറെ കടം ഇതിന്മേലുണ്ട്. അതൊക്കെ പോട്ടെ, വേറെ വല്ലതും സംസാരിക്കാം. ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്തിന്? പണമുണ്ടാക്കാൻ. നരേന്ദ്രന്റെ അച്ഛനോട് ചോദിക്കാം, അദ്ദേഹം തീർച്ചയായും തരും. വേണ്ട. പിന്നെ എവിടെ പോകും? എവിടെയും പോണ്ട, എനിക്ക് ജോലി വേണ്ട. നീ എന്താ ഉദ്ദേശിക്കുന്നത് പറ. ആട്ടെ, എന്ത് പറഞ്ഞാണ് ഈ പണം ചോദിക്കുന്നത്? നിനക്ക് ആവശ്യമുണ്ടെന്നാണോ? നിനക്ക് ആവശ്യമുണ്ടെന്ന് തന്നെ പറയും. കിട്ടുമോ? കിട്ടുമെന്നുറപ്പുണ്ട്. സുരേഷ്, വലിയവരുടെ ദയ അസഹ്യമാണ്. വലിയവരിൽ നല്ലവരെ അപൂർവമായേ നീ കണ്ടിട്ടുള്ളൂ. അതാണ് അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടി. എന്റെ അച്ഛൻ നരേന്ദ്രന്റെ അച്ഛന്റെ അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മയും അച്ഛനും ഏകദേശം ഒരേ സമയത്താണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. 7-8 കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടുണ്ടാക്കി തന്നതും ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങൾ നോക്കിപ്പോരുന്നതും ആ വലിയ മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വലിയവരിൽ പലർക്കും തോന്നണമെന്നില്ലല്ലോ. എപ്പോഴാണ് തിരികെ കൊടുക്കാൻ സാധിക്കുക എന്ന് എനിക്കറിയില്ല. മാസം തോറും കുറേശ്ശെയായി അടച്ചു തീർക്കാം. മക്കൾക്ക് കൊണ്ട് കൊടുക്കുമോളെ? അമ്മ ഇരിക്കൂ. ഇവനൊരു അസൽ പാട്ടുകാരനുണ്ട് അമ്മേ. അതെയോ മോനെ? ആ, ഒരു പാട്ട് പാടാ. പാടാ അവിടെ നിന്റെ ഒരു പാട്ട്. പാട്ട് പാടാൻ പറഞ്ഞപ്പോഴേക്കും അവന്റെ ഒരു തണ്ട് കണ്ടില്ലേ? പാടടാ. പാട് ചേട്ടാ, പാടൂ. ഏത് പാട്ട് പാടണം പറയൂ. നമ്മളാ പിക്നിക്കിന് പോയപ്പോ നീ ഒരു പാട്ട് പാടിയില്ലേ? ഏത്? ഇന്ദ്രനോ നീലാംബരനോ? ആ ആ ആ ഇന്ദ്രനീലാംബരമന്നും ഇന്നും നിന്നിലും എന്നിലും അലയടിച്ചു. അന്നു നിൻ കണ്ണിലെ സ്വപ്നമായി ഇന്നെന്നിലോർമ്മ തൻ ഗാനമായി. ഇന്ദ്രനീലാംബരമന്നും ഇന്നും നിന്നിലും എന്നിലും അലയടിച്ചു. അന്നു നിൻ കണ്ണിലെ സ്വപ്നമായി ഇന്നെന്നിലോർമ്മ തൻ ഗാനമായി. ഇന്ദ്രനീലാംബരമന്നും ഇന്നും നിന്നിലും എന്നിലും അലയടിച്ചു. ആ പരാഗത്തിൻ പത്മരാഗദ്യുതി ആറാടി നിൽക്കയാണെന്നുമെന്നിൽ. 1000 താരകൾ തോൽക്കും മട്ടിൽ എൻ ചുണ്ടിലെന്നുമാ ദാഹമൂറും. നിൻ ചുണ്ടിലാ പത്മരാഗമുണ്ടോ? ഇന്ദ്രനീലാംബരമന്നും നിന്നും നിന്നിലും എന്നിലും അലയടിച്ചു. പാടിയുണർത്തി
പൊന്നനുഭൂതികൾ അലരിട്ടു നിൽക്കയാണിന്നും എന്നിൽ. 1000 കാവ്യങ്ങൾ തോൽക്കും മട്ടിൽ എന്നെഞ്ചിലെന്നുമാ ഭാവമൂറും. നിന്നെഞ്ചിലെന്നുമാ ഗാനമുണ്ടോ? ഇന്ദ്രനീലാംബരമന്നും ഇന്നും നിന്നിലും എന്നിലും അലയടിച്ചു. അന്നു നിൻ കണ്ണിലെ സ്വപ്നമായി ഇന്നെന്നിലോർമതൻ ഗാനമായി. ഇന്ദ്രനീലാംബരമന്നും ഇന്നും നിന്നിലും എന്നിലും. പിന്നെ ഇരിക്കൂ. എന്താ? എന്റെ കൂട്ടുകാരന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. സഹായിക്കാൻ പറ്റുമോ ആവോ? എത്ര? 5000 ഉറുപ്പിക. പണത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ആർക്കാണ്? എന്തിനാണ്? എന്റെ കൂടെ പഠിച്ച ആളാണ്, വിശ്വസിക്കാം. ഒരു ജോലിക്ക് വേണ്ടിയാണ്. കൈക്കൂലി കൊടുക്കാനാണോ? അല്ല, ജോലി കിട്ടണമെങ്കിൽ കമ്പനിയിൽ ഷെയർ വാങ്ങണമെന്ന് നിർബന്ധമാണ്. തിരിച്ചു കിട്ടുമോ? മാസം തോറും കുറേശ്ശെയായി തിരിച്ചു വാങ്ങാം. ബാങ്കിൽ ബാലൻസ് കമ്മിയില്ലെങ്കിൽ കൊടുക്കാം. കമ്മിയല്ല. ഉത്തരവാദിത്വം മുഴുവൻ സുരേഷ് ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ ഏറ്റെടുക്കാം. ശരി, ചെക്ക് എഴുതി തരാൻ നരേന്ദ്രനോട് പറയാം. സുരേഷിന് കടമെന്ന നിലയിൽ വേണം ഈ തുക കണക്കിൽ കാണിക്കാൻ. രോഗിയായ അമ്മയുടെ ഒരേ ഒരു മകനാണ്. വലിയ ഉപകാരമാവും. ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചാൽ അദ്ദേഹം തീർച്ചയായും തരുമെന്ന്. ചോദിച്ചതെല്ലാം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. നീ വേഗം പോയി ചെക്ക് മാറ. പണം ഇന്ന് തന്നെ ഓഫീസിൽ കെട്ടണം. എനിക്കും ഓഫീസിൽ പോകാൻ സമയമായി. അങ്ങനെ നിനക്കും ജോലി കിട്ടി. അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? നീ ഒരു കാര്യം ചെയ്യ്. തൽക്കാലം വേറെ വീട് കിട്ടുന്നത് വരെ നീ അമ്മയുമായി ഇവിടെ താമസിക്കും. അമ്മയെ നോക്കാൻ സുജാതയുണ്ടല്ലോ. അത് നിനക്ക് ഭാരമായി തീരില്ലേ? ആ ഭാരം ഞങ്ങൾക്ക് ആനന്ദമാണ്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഓടാ, നീ വേഗം പോയി ചെക്ക് മാറ്. സുജി, ഞാൻ പോയിട്ട് വരാം. ആ വയസ്സിൻ വളരെ നല്ലൊരു മനുഷ്യനാണമ്മേ. കടം കേട്ടാൻ എന്താ മനവഴി? കിട്ടുമ്പോൾ കൊടുത്തു തീർക്കാമമ്മേ, വേറെ എന്ത് ചെയ്യാനാ? അപ്പോ അമേശ്വരിയുടെ കാര്യമോ? അയാൾ വീടും പറഞ്ഞു എടുത്തോട്ടെ അമ്മേ. പിന്നെ അമ്മയും കൂട്ടി പട്ടണത്തിൽ ചെല്ലുമ്പോൾ സുരേഷിന് കൂടെ താമസിക്കണമെന്ന് അവന് നിർബന്ധമാണ്. ഒരു കാരണവന്മാര് കുടിവെച്ച സ്ഥലമാണിത്. എന്തോ അവരാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ അമ്മേ. എന്നാൽ എന്റെ മോൻ കയ്യും കാലം കഴി പലതും കഴിക്കടാ. അമ്മേ, ഞാൻ അവറാൻകായെ കണ്ടിട്ട് വരാം. നാളെ രാവിലെ തന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളുമായി പുറപ്പെടണം. ഉച്ചക്കെങ്കിലും ഓഫീസിൽ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വരാം അമ്മേ. അമ്മേ, മോളെ, അമ്മ ഈ വെയിലത്ത് നടത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതൊന്നും സാരമില്ല. ഞങ്ങൾ ബസ്സിൽ ഇവിടെ വരെ വന്നു. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഭേദമുണ്ട് മോളെ. വരൂ അമ്മേ. പതുക്കെ ഇരിക്കൂ അമ്മേ. സുരേഷ് വന്നില്ലേ? ചേട്ടൻ ഇപ്പൊ വരും. ഇതാ, ഞാൻ വേഗം കാപ്പി കൊണ്ടുവരാം. അല്ല, അമ്മയെ പോകുന്നു. ആ മോനെ, ഞങ്ങൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വരുമായിരുന്നു. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. സുജി, നീ ഇവർക്ക് കാപ്പി ഒന്നും കൊടുത്തില്ലേ? ഇതാ കാപ്പി കൊണ്ടുവരുന്നേ ചേട്ടാ. എടാ, അമ്മയെ നമുക്ക് കംപ്ലീറ്റ് ആയി ഒന്ന് ചെക്കപ്പ് ചെയ്യിക്കണം. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അസുഖമൊക്കെ തന്നെ മാറിക്കൊള്ളും മോനെ. മാറും അമ്മേ, മാറും. എടാ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്.
ഇരിക്കൂ സുരേഷ്. ഓ സാരമില്ല. ഇരിക്കൂന്ന്. നിങ്ങളുടെ സുഹൃത്ത് ധർമ്മൻ ജോലിക്ക് കയറുന്നില്ലേ? നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്നില്ലേ ധർമ്മൻ? ജോയിൻ ചെയ്യും. നിങ്ങളുടെ കൂടെ ആ താമസമല്ലേ? അതെ. ധർമ്മനെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കണം. അറിയിക്കാം. ബാങ്കിൽ നിന്ന് മുഹമ്മദ് വന്നില്ലേ? വരാറായി. 35,000-നാണല്ലോ ചെക്കുകൾ കൊടുത്തിരിക്കുന്നത്. അത്രയും തുക നമുക്കിവിടെ ആവശ്യം വരുമോ? ഫാക്ടറിയിൽ ഇന്ന് പേയ്മെന്റും ഇല്ലല്ലോ. എനിക്ക് അല്പം ചില ആവശ്യങ്ങളുണ്ട്. നാളെ തന്നെ തിരികെ ബാങ്കിൽ ഇട്ടേക്കാം. അച്ഛനെ അറിയിക്കണമെന്നില്ല. നാളെ ഉച്ച കഴിഞ്ഞ് ചെക്ക് ബുക്ക് അച്ഛനെ കാണിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. ഞാൻ ഏറ്റുന്ന്. പേടിച്ചു പോയല്ലോ പള്ളി. പാവ അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. എന്ത് ചെയ്യാനാ, എപ്പോ നോക്കിയാലും ജോലി തിരക്ക്. അച്ഛാ, ഓ നമുക്ക് ഒരു സിനിമയ്ക്ക് പോവാം. വേണ്ട, ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. നാളെ ആകണം. ഓ, ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ, ജോലി ജോലി ജോലി. ഹായ് സുജാതേ, വാ വാ വാ. വാ മോളെ, ഇരിക്കും. നിന്നെ ഇവിടെ ഒന്ന് കാണാനില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നില്ലേ ഗൗരി? ഇന്നലെ വന്നിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാ. അതെയോ? ജോലി തിരക്കല്ലേ മോളെ. പിന്നെ ഇവൾക്ക് എപ്പോഴും സിനിമ സിനിമ സിനിമ. ഇതൊന്നും നല്ലതല്ലെന്ന് പറഞ്ഞു വിടും മോളെ. കേട്ടോ സുജാതേ, ഈ അച്ഛന്റെ വിചാരം സിനിമ കണ്ടങ്ങ് ചീത്തയായി പോകുന്ന. മുതലാളിയെ ഫോണിൽ വിളിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ട്രങ്കോളാണെന്നാ പറഞ്ഞത്. പിന്നെ ഗരി, നിനക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ബോറടിച്ചു. അവസാനം അച്ഛനുമായൊരു സിനിമയ്ക്ക് പ്രോഗ്രാം ഇട്ടു. അതും നടന്നില്ല. വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു, അതാണ് അല്പം വൈകിയത്. എടി, സത്യം പറയണം, നിന്റെ ധർമ്മൻ ചേട്ടന് വേണ്ടി കാത്തിരുന്നല്ലേ? അയ്യോ, ഈ ഗൗരിക്ക് ഇത് തന്നെ വിചാരം. താവെടുത്ത കുരുത്തക്കേടെ പറയൂ. നാണമില്ലല്ലോ ഇതൊക്കെ പറയാൻ. നാണിക്കാൻ എന്തിരിക്കുന്നു? ഇങ്ങനെയൊക്കെ പറയുന്നതും ഒരു സുഖമല്ലേ? അല്ല ഗൗരി, നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ഇപ്പൊ ചേട്ടൻ എന്ത് വേണം? ഓ, വല്ലതും തരാനുണ്ടെങ്കിൽ തന്നിട്ട് പോയാട്ടെ. ഓ, എന്നാ വാങ്ങിച്ചോടി. തന്നല്ലോ. ഇനി ചേട്ടൻ പോണം, ഞങ്ങൾക്ക് കുറെ സംസാരിക്കാനുണ്ട്. പോയാട്ടെ. ഓ, പോയേക്കാവേ. നിനക്കെന്റെ ചേട്ടനെ പറ്റി എന്താ തോന്നുന്നത്? ഒന്നും തോന്നിയിട്ടില്ല. ഇഷ്ടമല്ലേ? അല്ലെന്നാ തോന്നുന്നത്. കാരണം? ഏയ്, ഒരു കാരണവുമില്ല. എനിക്ക് അങ്ങനെയാ തോന്നാറുള്ളത്. എനിക്ക് എന്റെ ചേട്ടനെ ഇഷ്ടമേ അല്ല. പിന്നെ അച്ഛൻ ഇന്നലെ 2-3 സാരീസ് വാങ്ങിച്ചോണ്ട് വന്നു. അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവരാണ് നീ എടുത്തു. വേണ്ട ഗൗരി, അത് പറ്റില്ല. എനിക്ക് ആവശ്യത്തിനുണ്ട്. ഇല്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല ഗൗരി, എത്ര സാരി നീ എനിക്ക് തന്നു. പിന്നെ ഇപ്പൊ ചേട്ടൻ ജോലിയൊക്കെ ആയില്ലേ? അപ്പോഴേ നിന്റെ ചേട്ടനോട് പറഞ്ഞ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരാൻ പറയുന്നേ. ഓ, എന്ന് തന്നെ പറയാം. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. ഏയ്, എന്നാലും ഞാൻ പറയും. അയ്യോ, വേണ്ടല്ലേ. സുജാതേ, നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ആകെ ഒരു സന്തോഷം. ഓഹോ, എന്നെ കാണുമ്പോഴാണോ എന്റെ ചേട്ടനെ കാണുമ്പോഴാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അങ്ങനെ വഴിക്കുവാ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ അവിടെ നിന്റെ ധർമ്മേട്ടനും അമ്മയും ഒക്കെ. അവിടെ വന്നാലും സുരേട്ടനുമായി ഒരു നിമിഷം പോലും സംസാരിക്കാൻ പറ്റില്ല. ഏയ് കള്ളി, കോളേജ് അടിച്ചതിന് ശേഷം ആകെ ഒരു ബോറടി. എന്ന് ഞാൻ പോട്ടെ. വേഗം പോണം. സുരേട്ടൻ ഓഫീസിൽ നിന്ന് വന്ന് കാത്തിരിക്കായിരിക്കും. വേഗം പോയി വല്ല കാപ്പിയും മറ്റുണ്ടാക്കി കൊടുക്ക്. ദാദാ, ഈ പ്രേമമൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷമായ പോരെ? അപ്പോഴേ നാളെയും തീർച്ചയായിട്ടും വരണം. തീർച്ചയായും.
അച്ഛാ? എനിക്ക് ഡൽഹി വരെ ഒന്ന് പോകണമായിരുന്നു. എന്തിനാണ് അച്ഛാ? നമ്മുടെ എക്സ്പോർട്ട് പെർമിറ്റ് ശരിപ്പെടുത്തണം. കൂടാതെ കമ്പനി സംബന്ധമായ ചില കാര്യങ്ങളും ശരിപ്പെടുത്താനും. ചേട്ടൻ പോയാൽ പോരെ? പോരാ പോരാ, ഞാൻ തന്നെ പോണം. എന്നാണ് അച്ഛാ? ഇന്നെങ്കിലും ഇന്ന്. അച്ഛാ, ഞാനും കൂടി വരുന്ന അച്ഛാ. കോളേജ് ലീവല്ലേ, എന്നെ ഡൽഹി കാണിച്ചു തരാമെന്ന് എത്ര തവണയായി പറയുന്നു. പ്ലീസ് അച്ഛാ. ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ എന്റെ മോളെ കൂടെ ഞാൻ കൊണ്ടുപോകാം. ആഹാ, ശങ്കുനെ വിളി. ശങ്കുമാവാ, വേഗം വരൂ. ദാസ ശങ്കുമാവൻ. ശങ്കു, നരേന്ദ്രനോട് ഇന്ന് തന്നെ ഡൽഹിക്ക് 2 പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയൂ. വേഗം പോകൂ. എന്റെ അച്ഛൻ നല്ല അച്ഛൻ, പുന്നാരച്ഛൻ. സുജാത എന്തൊക്കെ പ്രാർത്ഥിച്ചു? എല്ലാം എല്ലാം ചേട്ടന് വേണ്ടി. ഞാൻ വരട്ടെ. ചേട്ടൻ ഇപ്പോൾ 2 ടിക്കറ്റുകൾ വാങ്ങി വരും. ഞങ്ങൾ ട്രെയിനിൽ പറന്ന് ഡൽഹി പോവും. എന്നിട്ട് ഡൽഹി മുഴുവനും ചുറ്റി കാണും. അമ്മാവാ, ഞങ്ങൾ ഡൽഹി പോയാൽ വീടെല്ലാം സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടന്റെ കാര്യം അറിയാമല്ലോ, അത് പോക്കാ. അമ്മാവാ, അമ്മാവൻ ഒറ്റയ്ക്കായതുകൊണ്ട് പേടിക്കൊന്നും ചെയ്യരുത്. എനിക്ക് പേടിയൊന്നുമില്ല. അതറിയാമല്ലോ അമ്മാവാ. നമ്മുടെ ഗോവിന്ദൻകുട്ടി കുതിരപ്പന്തയത്ത് തോറ്റ് തൂങ്ങി മരിച്ചിട്ട് ഏകദേശം 1 ആഴ്ച ആയുള്ളൂ. അയാളുടെ പ്രേതം രാത്രി 12 മണിക്ക് കുതിരപ്പുറത്ത് കയറി ഇങ്ങോട്ടെല്ലാം നടക്കും. ഇരിക്കാം. എന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയുണ്ടായിട്ടില്ല, പക്ഷെ എന്തോ ഒരു ധൈര്യം. അതറിയാമല്ലോ. ആ അമ്മാവാ കുതിരപ്പുറത്ത് കയറി ഇങ്ങോട്ട് വന്ന് വാതില് മുട്ടുന്നു രാത്രി 12 മണിക്ക്. അപ്പോഴമ്മാവൻ പോയി അങ്ങനെ വാതിൽ തുറക്കും. ഗോവിന്ദൻകുട്ടിയുടെ പ്രേതം ശങ്കു ശങ്കു. എനിക്ക് പേടിയുണ്ടായിട്ടില്ല. എനിക്ക് ഭാര്യയും കുറച്ച് പിള്ളേരുള്ളതാണ്. ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. അയ്യോ അമ്മാവ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. എന്താ? ഞാനിന്ന് ഡൽഹിക്ക് പോന്ന വിവരം സുജാതെ അറിയിക്കണേ. അവള് ഞാൻ ഇന്നിവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ഒരു വലിയ കാര്യം. പ്ലീസ് അറിയിക്കണേ. സുരേഷിനെ അറിയിക്കാം, അതല്ലേ നിനക്ക് ആവശ്യം. എന്നാലും മതി, അദ്ദേഹം അറിയിച്ചേക്കും. ഡാനിയൽ, വാങ്ങിയ സംഖ്യ ഇതുവരെ തിരിച്ചു കിട്ടിയില്ലല്ലോ. ഞാൻ ബാങ്കിൽ നിന്ന് പണം എടുത്ത് വെച്ചിട്ട് വൈകിട്ട് വരുമ്പോ തരാം.
ഗൗരിയില്ലേ? ഗൗരി മുകളിലുണ്ട്. ഗൗരി, ഗൗരി, ഗൗരി. ഗൗരി, ഗൗരി, ഗൗരി. ഗൗരി, ഗൗരി. ഗൗരിയുമില്ല, അച്ഛനുമില്ല. ഞാൻ എത്രയോ നാളായി ആഗ്രഹിക്കുന്നു സുജാതെ. അരുത്. തൊടണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊന്നും തൊടാതിരുന്നിട്ടില്ല, ഇരിക്കുകയുമില്ല. അന്നത്തെ ആ ചെക്ക് ഇന്ന് എനിക്ക് തീരെ സുഖമില്ല. ഇതിലൊന്ന് സൈൻ ചെയ്യാം. അതല്ല, ഞാൻ നാളെ തന്നെ റെഡിയാക്കാം. എന്താ എത്ര വൈകിയത്? പണിയുണ്ടായിരുന്നു. എന്താ ഒരു വിഷമം? ഓ, ഒന്നുമില്ല. എന്നാലും നരേന്ദ്രൻ ഒരുപാട് പണത്തിന് ചെക്ക് എഴുതി വാങ്ങിയിരുന്നു, കണക്കൊന്നും തന്നിട്ടുമില്ല. അതിന് നീ എന്തിനാ വിഷമിക്കുന്നു? മുതലാളി അറിയേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട. അതെ, അങ്ങനെ ധരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേയുമില്ല. അവന്റെ പണം അവന്റെ ഇഷ്ടം. ശരിയാണ്, എന്നാലും ഒരു വിഷമം. മണ്ണാങ്കട്ട. എടുത്ത പണത്തിന് ഉത്തരവാദിത്വം നിനക്കില്ലല്ലോ. പോയി തൊലയട്ടെ, വാ. എന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നെങ്കിൽ സുജാതയ്ക്ക് വീട്ടിൽ കഴിയാം. ഇന്നോളം ഞാൻ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല.
മോളെ പറയൂ മോളെ എന്ത് പറ്റി? മോളെ ഒന്ന് പറയൂ മോളെ പറയൂ മോള് കിടക്കൂ മോളെ എന്ത് പറ്റി മോളെ പറയൂ മോളെ മോളെ എന്ത് പറ്റി? സുജി, ഞങ്ങൾക്ക് കാപ്പി വേണ്ട, വഴിയിൽ വെച്ച് കുടിച്ചു. മക്കള് വന്നോ? അവക്ക് തീരെ സുഖമില്ല, നല്ല പനിക്കുന്നുണ്ട്. ഗൗരിയെ കാണണമെന്നും പറഞ്ഞു പോയതാ, വന്നതും കിടപ്പിലായി. വരൂ മക്കളെ. സുജി, വേഗം വരൂ. സുജി, 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 നിനക്ക് എന്ത് പറ്റി? അയ്യോ, അയ്യോ, വല്ലാതെ ചുടുന്നല്ലോ, നല്ല പനിയുണ്ട്. അമ്മേ, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചു വരാം. ധർമ്മൻ, നീ ഇവിടെ നില്ലേ? ഓനെ ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം. സുജാതെ, സുജാതെ, എന്നെ തുടരുത്. എന്ത് പറ്റി? എന്ത് പറ്റി സുജാതെ? എന്നെ തുടരുത്, ദയവായി ഇവിടുന്ന് പോകണം. എന്നെ തുടരുത്. ഞാൻ എന്തുകൊണ്ട് തൊട്ടൂടാ? എനിക്കതിനുള്ള ഭാഗ്യമില്ല ചേട്ടാ. അമ്മവ, ഞാനാ. ഇന്ന് വൈകുന്നേരം നരേന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നരേന്ദ്രന്റെ അച്ഛനോ? അച്ഛനും മോളും ഡൽഹിക്ക് പോയില്ലേ? ഞാൻ എന്തുകൊണ്ട് തൊട്ടൂടാ? എനിക്കതിനുള്ള ഭാഗ്യമില്ല ചേട്ടാ. പാർക്കുട്ടിയെ, കഥ കളിച്ച കൂട്ടാ, ഞാൻ ദേഹം വരുന്നു. അമ്മേ, ഇതാ മരുന്ന്. ഇപ്പൊ മയങ്ങിയതേ ഉള്ളൂ. ചുക്ക് കാപ്പി കൊടുത്തു, മരുന്നൊക്കെ പിന്നെ കൊടുക്കാം. എന്നാ പിന്നെ കൊടുക്കാം. അമ്മേ, ധർമ്മൻ എവിടെ? അവനിവിടെ ഉണ്ടായിരുന്നല്ലോ. ധർമ്മൻ മോനെ, ധർമ്മം കുഞ്ഞ് വന്ന് നരേന്ദ്രൻ കുഞ്ഞിനെയും മുതലാളിയെയും പറ്റി ചോദിച്ചിട്ട് അവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സംശയം തോന്നി. ശങ്കമോൻ വീട്ടിലോട്ട് ചെല്ലേ, സുജാതയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ ധർമ്മനെ അന്വേഷിച്ചു. ഹലോ ധർമ്മൻ. നിങ്ങൾ എന്നെ ആക്രമിക്കാൻ വന്നാണോ? എന്തുണ്ടായി? അത് ചോദിക്കാനാണ് ഞാനും വന്നത്. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഒന്നും. എന്തുണ്ടായി? പറ. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാക്കപ്പെടാൻ നിന്നെ.
നീ എവിടെയായിരുന്നു? സുജാതയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ഉദ്ദേശിച്ച് നടന്നില്ല. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ അവനെ കൊല്ലും. ഞാൻ അവനെ കൊല്ലും. ധർമ്മൻ, നീ വീട്ടിലോട്ട് ചെല്ലേ. വരൂ സുരേഷ്, വരൂ. സുരേഷ്, ഞാനങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ധർമ്മൻ വന്ന് എന്നെ വല്ലാതെ ആക്രമിച്ചു. എന്റെ മേൽ അതിഭയങ്കരമായ അപരാധം ചുമത്തി. സുജാതയെ ഞാനങ്ങനെ ചെയ്യുമോ സുരേഷ്? അവൾ എന്റെയും പെങ്ങളല്ലേ. എന്റെ അച്ഛൻ നമ്മളെ അങ്ങനെയല്ലേ വളർത്തിയത്. എനിക്ക് അല്പം ചില ആവശ്യങ്ങളുണ്ട്. നാളെ തന്നെ തിരികെ ബാങ്കിൽ ഇട്ടേക്കാം. അച്ഛനെ അറിയിക്കണമെന്നില്ല. നാളെ ഉച്ച തിരിഞ്ഞ് ചെക്ക് ബുക്ക് അച്ഛനെ കാണിച്ചാൽ മതി. പോലീസ് സ്റ്റേഷൻ. ഹലോ, ഇൻസ്പെക്ടർ സഹദേവനല്ലേ? അതെ, ആരാണ്? ഞാൻ നരേന്ദ്രൻ. ഹലോ, എന്തുണ്ട് വിശേഷം? ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് പറയൂ. ഫോണിൽ കൂടെ പറയാൻ പറ്റിയ കാര്യം. മിസ്റ്റർ സഹദേവൻ നേരിട്ട് വരുന്നതായിരിക്കും നല്ലത്. എന്തു മോളെ? വെള്ളം. മതിയോ? ചേട്ടൻ ചേട്ടൻ ചേട്ടാ. സംഗതി വളരെ നിസ്സാരമാണ്. അച്ഛൻ ഒരാഴ്ച മുമ്പ് സുരേഷ് എന്ന് പറഞ്ഞൊരു കാശിയറെ നിയമിച്ചു. ഞാൻ ഇന്നലെ നോക്കുമ്പോ ചെക്ക് ബുക്കിൽ പകർത്തായി എന്റെ കൈ ഒപ്പിട്ട് 35,000 രൂപയോളം കയ്യിലാക്കിയിരിക്കുന്നു. പുറത്തു പറയാനുള്ളത് കാര്യമാണ്, അല്ല പറയണമൊന്നുമില്ല. ഒരു ദിവസം കൊണ്ട് ചെയ്തതാണോ? ഇന്നലെയാ കൂടുതൽ ഒപ്പിച്ചത്. സംഖ്യ എന്ത് ചെയ്തെന്നറിയാമോ? 5,000 രൂപയോളം അയാളുടെ ഒരു സുഹൃത്തിന് കൊടുത്തു, ഒരു മിസ്റ്റർ ധർമ്മവാദന്. അയാൾ ആ പണം കൊടുത്ത് ഏതോ കമ്പനി ഷെയർ എടുത്ത് ജോലി സമ്പാദിച്ചാൽ അറിയാം. ബാക്കി എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കാഷ്യറെ ചോദ്യം ചെയ്തോ? ഇല്ല. സഹദേവനെ പോലുള്ളവർ ചോദിച്ചാലാണല്ലോ വല്ല പ്രയോജനവും ഉണ്ടാവുക. ഇതുവരെ ഞങ്ങളെ അറിയിക്കാൻ ചെന്നിട്ട് സംഖ്യ ഇതിനകം നഷ്ടപ്പെട്ടു കാണും. അച്ഛൻ ഇവിടെ ഇല്ല, വന്നിട്ടാകാമെന്ന് കരുതി. വരാൻ ഒരാഴ്ച പിടിക്കും. ചെക്ക് ബുക്ക് ആരുടെ കയ്യിലാണ്? കാശുകളുടെ കയ്യിൽ. ഓഫീസിലാണോ? അതെ. ധർമ്മപാലൻ, വല്ലാത്തൊരു പേര്. ഇയാളിപ്പോൾ എവിടെയുണ്ട്? കാഷ്യറും അയാളും ഇപ്പൊ ഒന്നിച്ച് ഒരു വീട്ടിലാണ് താമസം. ബാക്കിയുള്ള പണത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവുണ്ടാകുമല്ലോ എന്ന് കരുതി ഞാൻ ധർമ്മനെ വിളിച്ചു ചോദിച്ചു. അയാൾ എന്നെ ഉപദ്രവിച്ചു. ദേഹോപദ്രവത്തിന് കേസൊന്നും എടുക്കണമെന്നില്ല. ഒന്നുമില്ല, ആണുങ്ങളല്ലേ, അങ്ങനെ ചിലവൊക്കെ നടന്നു വരും. ഇതിലൊരു വലിയ തമാശ ഉണ്ട് ഇൻസ്പെക്ടർ. സുരേഷും ധർമ്മപാലനും ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. സുരേഷിന്റെ നിയമനത്തിന് ഞാനും കാരണക്കാരനാണ്. സുരേഷിന്റെ വീട് ഉടൻ പരിശോധിക്കണം. സുരേഷിനെ നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് സുരേഷിനെ തോന്നാൻ ഇടപെടുത്തിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ധർമ്മൻ ഇപ്പൊ പോയി പറഞ്ഞു കാണും. ശരി, ഞാൻ ഇറങ്ങുന്നു. ജസ്റ്റ് എ മിനിറ്റ്. ഇൻസ്പെക്ടർ പറഞ്ഞ പ്രകാരം ഞാൻ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിരുന്നു. ഇൻസ്പെക്ടർ, പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമില്ല. സമാധാനമായി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. സുരേഷിനെ ധർമ്മേന്ദ്രൻ പോലീസിൽ പിടിച്ചോണ്ട് പോയി. കമ്പനിയിൽ പണം കെട്ടെന്നാ പറയുന്നത്.
എന്തായാലും ഫോൺ വഴി നമുക്ക് അയാളെ ജാമ്യത്തിൽ ഇറക്കാം. നമ്മൾ ചെന്ന ജാമ്യത്തിൽ വിടുവോ? ഇല്ലെങ്കിൽ വേണ്ട, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. ജാമ്യം അനുവദിക്കാൻ വയ്യ. കാര്യം വളരെ ഗൗരവമുള്ളതാണ്. സാർ, ഞങ്ങൾ ഇത്രയും പേരും ജാമ്യം നിൽക്കാം സാർ. സാധ്യമല്ല. ഇനി എന്താ ഒരു പോകാൻ വഴി? മുതലാളിയെ കമ്പടിച്ചു വരുത്താം. കമ്പിടിച്ചു വെച്ചല്ലേ? കമ്പിടിച്ചു. മോളെ എഴുന്നേൽക്ക്. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എല്ലാം നേരെയാകും. ഈശ്വര, ഇതെന്തൊരു പരീക്ഷ. ഞാൻ കമ്പി അടിച്ചിട്ടുണ്ട്. മൂപ്പര് ഉടനെ എത്തും. എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നേരെയാകും. എഴുന്നേൽക്ക്. ഹലോ, നരേന്ദ്രനല്ലേ? എയർപോർട്ടിൽ നിന്നാണ്. കാർ വേണം. ഞാൻ ഉടനെ സാർ. ആ, വേഗം കാർ അയക്കൂ. എന്താണ് അച്ഛാ, എന്താണ്? വരൂ, പറയാം. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇല്ല അച്ഛാ, ഇല്ല. സുരേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ, ഞാനും കരുതിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഏതായാലും പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. സുരേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇതിലെന്തോ ചതിവുണ്ട്. അച്ഛാ, ഇതിലെന്തോ ചതിവുണ്ട് അച്ഛാ. അച്ഛാ, ഉം. ഉം. സുരേഷിനെ മോചിപ്പിക്കാം. നിർത്തി. ഓരോരുത്തരായി പറയും. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി. എന്താ ശങ്കു? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, വൈകുന്നേരം വീട്ടിലേക്ക് വാ. ഞാൻ പണം കൊടുത്തു എന്നേ ഉള്ളൂ. ആ പണമൊക്കെ എന്തിനു വേണ്ടി ചെലവാക്കിയെന്ന് എനിക്കറിയില്ല. അന്നേ ഞാൻ സംശയിക്കരുത്. നരേന്ദ്രനോട് ചോദിക്കുകയും ചെയ്തു. അന്നത്തെ ആ 5000 റുപ്യ അത് കടം തന്നതാണല്ലോ. പക്ഷേ ഞാനവരെ ചോദ്യം ചെയ്തു. അവർ നിരപരാധികളാണെന്നാണ് പറയുന്നത്. ചെക്കിലെ കയ്യൊപ്പ് ഞാൻ രക്തപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്റെ വിശ്വാസം മാത്രം മതിയെങ്കിൽ പോരാ. അതെ, ഇവരെ ഉപദ്രവിക്കുകയോ മറ്റോ? ഏയ്, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്താ ശങ്കു? അങ്ങ് ഡൽഹിക്ക് പോയ ദിവസം പറയൂ. സുജാത കുഞ്ഞ് ഗൗരി മോളെ കാണാൻ ഇവിടെ വന്നിരുന്നു. വന്നിട്ട് ചവിട്ടിക്കൊഴിച്ച മണ്ണ് പോലെയാണ് തിരിച്ചു പോയത്. നരേന്ദ്രൻ? അറിയില്ല. സുജാത കുഞ്ഞിങ്ങോട്ട് പറയുന്നുമില്ല. പോകൂ. എനിക്ക് മനസ്സിലായി സുരേട്ട, എല്ലാം മനസ്സിലായി. ആർക്കും ഒന്നും മനസ്സിലാകാതിരിക്കുന്നതാണല്ലോ. സുരേട്ട, എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു ദുഷ്ടന്റെ പെങ്ങളായിപ്പോയി. സുജാതയ്ക്ക് നീ മാത്രം.
സുജാതെ, എന്തു പറ്റി സുജാതെ? പറയൂ, എന്തു പറ്റി? ഗൗരിമോളെ കാണണമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയതാ. വന്ന് കണ്ടത് ഈ നിലയിലാണ്. ഒന്നും കഴിക്കുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. സുജാതെ, എന്നോട് പറയൂ, എന്തു പറ്റിയെന്ന് പറയൂ. മോളെ, എന്റെ മക്കളെ വിട്ടയക്കുമോ മോളെ? വിട്ടയക്കുമോ? വിട്ടയക്കും അമ്മേ, ഇല്ലെങ്കിൽ വിട്ടയപ്പിക്കും. നരേന്ദ്രൻ, നരേന്ദ്രൻ, ചെക്കുകളുടെ ഒപ്പുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അച്ഛന്റെ ഇഷ്ടം. ഇവിടെ വരൂ. നിനക്ക് സുജാതയെ ഇഷ്ടമാണോ? അച്ഛൻ എന്താണ് ചോദിക്കുന്നത്? ഇഷ്ടമാണോ എന്ന്. ഇല്ലേ? നീ അവളെ കല്യാണം കഴിക്കണം. പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ? ഇഷ്ടമാക്കാൻ നിനക്ക് അറിയില്ലേ നരേന്ദ്രൻ? ഞാൻ പറഞ്ഞിട്ടാകരുത്. അമ്മയുടെ അഭാവം നീ അറിഞ്ഞിട്ടില്ല. നീ വളർന്നു, പക്ഷേ അത് ആകാശം തുളച്ചുകൊണ്ടുപോയി. നീ ഒരു ആത്മപരിശോധന നടത്തണം. ഇനി നമുക്ക് അത്താഴ കഴിഞ്ഞ് സംസാരിക്കാം. കുറേയേറെ പറയാനുണ്ട്. രക്ഷയില്ലല്ലോ. സന്ധ്യയായി പോയില്ലേ, എന്ത് ചെയ്യാൻ?
ഗൗരി, ഗൗരി, എന്താ അച്ഛാ? അച്ഛൻ ഇനിയും ഉറങ്ങിയില്ലേ? നരേന്ദ്രനെ വിളിക്കൂ. അച്ഛന് സുഖമില്ലാത്തതല്ലേ, എല്ലാം നാളെ ആവാം. കിടക്കോ അച്ഛാ? നരേന്ദ്രൻ, നരേന്ദ്രൻ. ചേട്ടാ, ചേട്ടാ. നരേന്ദ്രൻ, ചെക്കുകളിലെ ഒപ്പുകൾ കള്ളൊപ്പുകളാണെന്ന് തെളിഞ്ഞാലല്ലേ? തെളിഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നതിലേറെ അപകടമുണ്ട്. തെളിയുമെന്ന് അച്ഛൻ കരുതുന്നു. തെളിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛാ, നരേന്ദ്രൻ, നിന്നെ ഞാൻ ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കുന്നതാണ് മനുഷ്യധർമ്മം. പുണ്യമോ കഴിയുന്നത്ര പേർക്ക് ഉപകാരം ചെയ്യലും. അത് എത്രയോ തവണ നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നീ അച്ഛൻ എന്നെ സംശയിക്കുന്നു. നരേന്ദ്രൻ, നീ എന്റെ ഒരേ ഒരു മകനാണ്. നിന്നെ സംശയിക്കണമെങ്കിൽ തക്കതായ കാരണമില്ലാതിരിക്കുകയില്ല. അത്രയെങ്കിലും ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയതിലാണ് എനിക്ക് അത്ഭുതം. മനുഷ്യരെല്ലാരും നല്ലവരാണെന്ന് അച്ഛൻ കരുതുന്നു. ഇല്ല, നിനക്ക് തെറ്റിയിരിക്കുന്നു. കമ്പനിയുടെ താല്പര്യങ്ങൾക്കെതിരെ ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. നീ പണം വെച്ച് ചീട്ട് കളിക്കാറില്ലേ? നീ പതിവായി കുതിരപ്പന്തായത്തിന് പോകാറില്ലേ? ഒരു തമാശയ്ക്ക് തമാശ വേണം? അന്യരുടെ ജീവിതം വെറും തമാശയാണോ? കള്ളക്കേസ് ഉണ്ടാക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമാണ് നരേന്ദ്രൻ. ഞാൻ ഒരു കള്ളക്കേസും അങ്ങനൊരു കേസ് നിന്റെ പേരിൽ ഉണ്ടായാൽ ഞാൻ ഒരിക്കലും നിന്റെ ഭാഗത്തുണ്ടാവില്ല. ഞാൻ നടത്തിപ്പോകുന്ന സ്ഥാപനങ്ങൾ നാളെ മുതൽ ഞാൻ തന്നെ നടത്തും. ഇതൊരു വിഷമം പിടിച്ച തീരുമാനമാണ്. പക്ഷേ ഞാൻ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇവളുടെ രക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ്. അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് തന്നെ. മനസ്സിലായില്ല. മനസ്സിലാക്കണം. അമ്മയില്ലെങ്കിലും ആ സ്ഥാനത്ത് വാത്സല്യം കൊടുക്കാൻ ഇവൾക്കൊരു ചേട്ടനുണ്ടെന്ന് കരുതി. പക്ഷേ അത് സ്വപ്നമായിരുന്നു. ഇവൾക്കെങ്കിലും ഒരു ഭാവി ഉണ്ടാക്കി കൊടുത്തേ തീരൂ. അതിനാണ് ഈ തീരുമാനം. ഇവളെ തെണ്ടി സുരേഷിന്റെ കൂടെ ചുറ്റി നടക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിയാമോ? അറിയാം. സുരേഷാണ് ഇവളുടെ ഭാവി വരണമെന്ന് ഞാൻ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛൻ എന്നേക്കാൾ വലുത് ആ സുരേഷാണ്. ആയിരിക്കാം. ആ തെണ്ടി സുരേഷും അവളും കൂടെ നിർത്തില്ല. ഇത് നടത്തില്ല. ഇത് നടക്കും. എന്റെ ജീവനുണ്ടെങ്കിൽ നടത്തും. എനിക്ക് ജീവനുണ്ടെങ്കിൽ നടത്തില്ല. ധിക്കാരി, നീ ഇന്നു മുതൽ എന്റെ ആരുമല്ല. എങ്കിൽ പിന്നെ അച്ഛൻ എന്റെയും ആരുമല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യുമെന്ന് നാളെ മുതൽ തന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഉച്ചവച്ച കൈകൊണ്ട് ഞാൻ ഉദകക്രിയ ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും പശ്ചാത്തപിക്കുന്നെങ്കിൽ അന്ന് നിനക്ക് തിരിച്ചു വരാം. ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പോകുന്നില്ലെങ്കിൽ നിനക്ക് പോകേണ്ടി വരുന്നത് ജയിലിലേക്കാണ്. എന്നെ പുറത്താക്കി സ്വത്തെല്ലാം സുരേഷിന് കൊടുക്കാനാ ഭാവമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പോലീസിന് ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ, ഇവിടെ മിസ്റ്റർ PNG മേനോന്റെ വീട്ടിനാണ് സംസാരിക്കുന്നത്. ആ, ഇവിടെ അല്പം കുഴപ്പമുണ്ട്. വേഗം വരണം. അഡ്രസ് അറിയാമല്ലോ. ഓക്കെ, വേഗം വരും.
ഞാനും സുരേഷിനെ കർമ്മനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് എവിടുന്നു കർമ്മൻ ചാടുമെന്ന് എന്നെ ആക്രമിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് പോലീസിനെ വിളിക്കുന്ന ഒരു താഴെ പോയി. ഈ സമയത്ത് ഞങ്ങളുടെ ബഹളം എന്റെ ഭയം അച്ഛനത് ഇടപെട്ടു. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് കർമ്മനെ അച്ഛനെ പല തരം പൊളിച്ചു. അവസാനം ഒരു വിധത്തിൽ ഞാൻ അവനെ ഇടിച്ച് താഴെയിട്ടു. പക്ഷേ നിങ്ങൾ വരുന്ന ശബ്ദം കേട്ട് അന്ന് ഓടി രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ, ഗൗരിയെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റാൻ എന്നെ അനുവദിക്കും. എനിക്ക് ആകെയുള്ള എന്റെ ഒരേ ഒരു അനിയത്തിയാണ്. സാരമില്ല, ബോധക്ഷയമാണ്. സിസ്റ്റർ, ടെമ്പറേച്ചർ നോക്കും. എന്താ ചങ്കമ്മാവ അവിടെ തന്നെ നിന്ന്? വരൂ. ചേട്ടനും കർമ്മചേട്ടനും വിട്ടയച്ചില്ലേ? എന്താ ഒരു വല്ലായ്മ? അയ്യോ ഈശ്വര, ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ പിച്ചും പേരും പറയായിരുന്നല്ലേ? ഉറങ്ങാൻ ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടല്ലേ. സിസ്റ്റർ, നിങ്ങൾ ഇവർക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അതിനെങ്ങനെയാ നന്ദി പറയാന്ന് എനിക്കറിയില്ല. വേണ്ട ചേട്ടാ, വേണ്ട. കൊലപ്പെടുത്തി കൊലപാതകം ഒളിവിൽ. അയ്യോ, പാവമായി പോയില്ലേ? ഇതെവിടെ ഇപ്പോ? അയ്യോ, എനിക്കിനി ബന്ധുവായി എന്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛനും പോയി. ധൈര്യമായിരിക്കും നരേന്ദ്രൻ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഗൗരിക്കാണെങ്കിൽ യാതൊരു അസുഖവുമില്ല. പരിപൂർണ വിശ്രമമാണ് ആവശ്യം. ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ഓരോന്ന് ചോദിച്ചു വിടണം. എനിക്കറിഞ്ഞുകൂടാ എന്താ പറയുക. ഗൗരിയുടെ മനസ്സിനെ വിഷമിക്കാൻ ഇടവരുത്. ഞാനിവളെ ഞങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലാണെങ്കിൽ അച്ഛനെ പറ്റിയുള്ള ഓർമ്മ, ആൾക്കാരുടെ ശല്യം. യെസ്, നല്ലൊരാശയം. ഒരു നഴ്സിനെ അയച്ചെന്ന ഉപകാരമായിരുന്നു. അതിനെന്താ, അയക്കാമല്ലോ. പോലീസുകാർ മൊഴിയെടുക്കാൻ വരും. അവരുടെ ചോദ്യങ്ങൾ കേട്ടാ അവിടെ വിഷമിക്കില്ലേ? മൊഴിയെടുക്കുന്നത് 1-2 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ഇൻസ്പെക്ടറെ വിളിച്ചു പറയാം. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. എന്താണ്? ജയനായി മോളുണ്ടോ? നിങ്ങളാരാണ്?
ശിവായിയാണ്. എന്ത് ശിവായി? ഇവിടുത്തെ അദ്ദേഹത്തിന് ശിവായി. എന്ത് വേണം? എവരി മോളെ ഒന്ന് കാണണം. എന്തിന്? എടുത്തു വളർത്തിനാണ്, ഒന്ന് കാണാനാണ്. എസ്റ്റേറ്റ് ഉള്ളവരുണ്ട്. ഞാൻ ശംഖു അമ്മാവൻ. എന്ത് വേണം? എവരി മോളെ ഒന്ന് കാണണം. അവരുറങ്ങുക, കുറച്ചു കഴിഞ്ഞിട്ട് വാ. മനോരമ 25 പൈസ. മാതൃഭൂമി മനോരമ. ഭീകരമായ കൊലപാതകം. ഭീകരമായ കൊലപാതകം. കൊലയാളി ഒളിവിൽ. കൊലയാളി ഒളിവിൽ. ഭീകരമായ കൊലപാതകം. മാതൃഭൂമി മനോരമ കേരള കൗമുദി 25 പൈസ. കൊലയാളി ഒളിവിൽ ഭീകരമായ കൊലപാതകം. അതിദാരുണമായ കൊലപാതകം. പോകരുത്. ഗൗരി എവിടെയാണ്? ഗൗരി എവിടെയാണെന്ന് എനിക്ക് സമയമില്ല, വേഗം പറ. ഗൗരി എവിടെയാണ്? നരേന്ദ്രൻ? നരേന്ദ്രനും അവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ശരി, പോ. ഗൗരി, അനങ്ങിപ്പോയതേ.
ചേട്ടനെ അറസ്റ്റ് ചെയ്യണം. എന്റെ അച്ഛനെ കൊന്ന ദ്രോഹിയായ എന്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പറയാം 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 പറയാം. അന്ന് രാത്രി ആ ബഹളത്തിനിടയിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ താഴത്തേക്ക് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. തിരിച്ചു വന്ന ഞാൻ കണ്ടത് അയ്യോടാ ഇടാ മഹാഭാവികളെ നിർത്തിവിടാ ഇടാ നിർത്തിവിടാ കിട്ടന്മാരെ നിർത്തിനടാ നിർത്തിനടാ. അയ്യോ You are under arrest. Come on. എന്റെ സുരേന്ദ്രനോട് ഒരു വാക്ക് പറയാം. ഞാൻ മരിക്കുമ്പോഴും അവയുടെ ഓർമ്മയായിട്ടാണ് മരിച്ചത്. ഞാൻ മരിച്ച എന്റെ ആത്മാവ് ധർമ്മം കുഞ്ഞ് ഇങ്ങോട്ടാ വന്നത്. ഓടി വാ, ഓടി വാ. സുജാതെ, മോനെ മോനെ സുജാതെ നിൽക്കൂ, നിൽക്കൂ സുജാതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. സുജാതെ, 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 ചേട്ടാ എന്നെ തുടരുത്. എനിക്ക് എന്ത് പറ്റും സുജാതെ? എന്ത് പറ്റിയത് പറയൂ. ഞാൻ ചതിക്കപ്പെട്ടവളാണ് ചേട്ടാ. സുജാതെ, ഞാനീ പറയുന്നത് സത്യമാണ്. നീ മറ്റൊരുവന്റെ കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ പോലും ഞാൻ നിന്നെ എന്റേതായി സ്വീകരിക്കും. അതെ സുജാതെ, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കും. ചേട്ടാ ഒരു നിമിഷം ഞാനിപ്പോ വരാം.